ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹന്നാസ് റെസിപ്പീസ്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മിൽക്ക് ഷേക്കാണ്. നമുക്കെല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഷാർജ ഷേക്കാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതുണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 1/2 ലിറ്റർ പാൽ തിളപ്പിച്ച് നന്നായിട്ട് തണുത്തിട്ട് ഫ്രീസറിൽ വെച്ച് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇങ്ങനെ ഞാൻ കവറിൽ വെച്ചാണ് അത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി അത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. മിൽക്ക് ഷേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ പാൽ ഫ്രീസറിൽ വെച്ച് നന്നായിട്ട് ഐസാക്കിയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ആ ഷേക്കിന് നല്ലൊരു തിക്നെസ് കിട്ടും. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. പിന്നെ ഈ ഷേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു 2 ചെറുപഴം എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഞാലിപ്പൂവൻ പഴമാണ് എടുത്തിരിക്കുന്നത്. ഇത് അത്യാവശ്യം പഴുത്ത പഴമാണ്. ഇതൊന്ന് കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിൽ ചേർക്കാൻ വേണ്ടി ഒരു 5-6 അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. അതും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ മധുരത്തിന് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ഹോർലിക്സും കൂടെ ചേർത്ത് കൊടുക്കാം. ഹോർലിക്സിന് പകരം ബൂസ്റ്റോ അല്ലെങ്കിൽ ബോൺവിറ്റയൊക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാം. പിന്നെ ഒരു നല്ല ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടി ഒരു 1/4 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറും കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ നെസ്കഫെയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഒരു 2 ഏലക്കായുടെ സീഡും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് കുറച്ച് ഫ്രോസൺ മിൽക്കും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. നമ്മൾ പാൽ മൊത്തത്തിൽ ചേർത്ത് ഒരുമിച്ച് അടിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ആ പഴവും അണ്ടിപ്പരിപ്പും ഒന്നും നന്നായിട്ട് ബ്ലെൻഡ് ആകത്തില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് മിൽക്ക് മാത്രം ചേർത്തിട്ട് ഇതിപ്പം നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ബാക്കി ഫ്രോസൺ മിൽക്കും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഈ ഷാർജ ഷേക്ക് നല്ല ഈസി ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മിൽക്ക് ഷേക്കാണ്. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഈ ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. പാല് ഫ്രോസൺ ആയിട്ടുണ്ടെങ്കിൽ ഇത് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ നല്ല ടേസ്റ്റാണ് ഇതിന്. ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം നല്ല തിക്കായിട്ടുള്ളൊരു ഷേക്കാണ്. ഇതിന് മുകളിലോട്ട് ഞാൻ കുറച്ച് പഴവും കൂടെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഐസ്ക്രീം ചേർക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് ഹോർലിക്സ് ഇട്ട് കൊടുക്കാം. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഷാർജ ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടമാകും. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ഹന്നാസ് റെസിപ്പീസ്.